ഹായ് വെൽക്കം ടു കോഡ് യൂറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് ഓൺലൈനായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂളാണ്. ഇതിൻ്റെ പേര് സ്റ്റാർക്ലിക്ക് എന്നാണ്. ഇതുവഴി നമുക്ക് ആഡ് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് അതിൻ്റെ റീച്ച് കൂട്ടാനും, അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ആഡ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് കുറേ ആഡ് ലിസ്റ്റ് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഗൂഗിളിൽ പോകുക, ജസ്റ്റ് സ്റ്റാർക്ലിക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർക്ലിക്ക് എന്നാണ് ആ ടൂളിൻ്റെ പേര്. ജസ്റ്റ് സ്റ്റാർക്ലിക്ക് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറുക. ജസ്റ്റ് ഫസ്റ്റ് വരുന്ന ക്ലിക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അവിടെ മുകളിലായിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അഡ്വർടൈസർ അക്കൗണ്ട് ഉണ്ട്. അതുവഴി നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് ആഡ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മൾ ആഡ് പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ എമൗണ്ടും പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വെച്ച് പറ്റും. അതുപോലെ തന്നെ പബ്ലിഷറിൻ്റെ അകത്ത് കയറുമ്പോഴാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പബ്ലിഷറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വിൻഡോ ആയിരിക്കും കാണുന്നത്. അവിടെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പബ്ലിഷറായിട്ടാണ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിന് ശേഷം സൈൻ ഇൻ ഓപ്ഷനിൽ വരിക. അവിടെ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹോം സ്ക്രീൻ കിട്ടും. അവിടെ നമ്മൾ ആഡ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ആ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിലേക്കായിരിക്കും ആദ്യം വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഹോം സ്ക്രീനായിരിക്കും കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ്, നമ്മൾ ഇതുവരെ എത്ര ഏൺ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും താഴെ കാണിക്കുന്നത്. അവിടെ മുകളിൽ കണ്ടോ PPC ആഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഇന്നത്തെ ആഡ്. 5 ആഡാണ് ഇന്ന് അവൈലബിൾ ഉള്ളത്. ഓരോരുത്തർക്കും ആഡിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ വ്യക്തിക്കും അനുസരിച്ച്, ഓരോ യൂസറിനെ അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ട് വരും. ഇതിപ്പം ഫ്രീ അക്കൗണ്ടാണ്. പെയ്ഡ് അക്കൗണ്ടാണ് കൂടുതൽ ആഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സ്റ്റാർക്ലിക്ക് എന്ന് വെച്ചാൽ 2008 തൊട്ടുള്ള ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇത് അയർലൻഡിലാണ്, നോർത്ത് അയർലൻഡിലാണ് ഈ കമ്പനി ഉള്ളത്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ ഇതിൻ്റെ റേറ്റിംഗ് കാണാനായിട്ട് സാധിക്കും. പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഈ PPC ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോ ആഡിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ആഡിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വരികയും നമ്മുടെ ഈ എമൗണ്ട് ബാലൻസ് കൂടി വരികയും കാണും. ഇപ്പോൾ നമ്മൾ ഈ ബാലൻസ് നോട്ട് ചെയ്ത് വെക്കുക. $0.81 നമുക്കുള്ളത്, 27.81. നമ്മളിപ്പം ഈ ഒരു ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൽ പോകും. അപ്പോൾ നമ്മുടെ ആഡിൻ്റെ ഉണ്ടോ, ഇവിടെ നമ്മുടെ ഡോളർ കൂടി വരും, 27.82 ആയി. അടുത്തതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നോക്കാം. അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കൂടി കണ്ടോ, 27.83 ആയി. ചില ആഡിന് 0.1 അല്ല അതിലും കൂടുതൽ കിട്ടും. അത് ഓരോരുത്തരും ഡിപ്പെൻഡാണ്. ചില ആഡ്സിന് കൂടുതൽ എമൗണ്ട് കിട്ടും, ചില ആഡ്സിന് കുറഞ്ഞത് കിട്ടും. കുറഞ്ഞത് $0.01 ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ആഡ്സ് എല്ലാം ക്ലിക്ക് ചെയ്യുക. എല്ലാ ദിവസവും കയറി ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ക്ലിക്ക് ടു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ കാണുമ്പോൾ അതിൻ്റെ സ്കീമും കാര്യങ്ങളൊക്കെ കാണിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്രീ അക്കൗണ്ടാണ്. നമുക്ക് വേണ്ട സിൽവറിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ ബെനിഫിറ്റ് കാണിക്കുക, എത്ര രൂപ മിനിമം ഏൺ ചെയ്യാൻ പറ്റും ഓരോ ദിവസവും എന്നുള്ളത്. നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം ഒരു പേ ഔട്ടൊക്കെ കിട്ടിയതിന് ശേഷം അപ്ഗ്രേഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം അതിന് ശേഷം തന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിക്വസ്റ്റ് പേ ഔട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അത് ഇതിന് ഫ്രീ അക്കൗണ്ട് ആകുമ്പോഴത്തേക്കും മിനിമം 50 ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, പേപാൽ ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. അങ്ങനെ നമുക്ക് ബാങ്ക് ബാലൻസ് എല്ലാം കൊടുത്തിട്ട് അതിൽ നിന്ന് ചെയ്യാനായിട്ട് വരും. ഇതെല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.